ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഗിഫൺ ഗുഡ്സിനെ കുറിച്ചിട്ടാണ്. എന്താണ് ഗിഫൺ ഗുഡ്സ്? ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ് ഗിഫൺ ഗുഡ്സ്. സർ റോബർട്ട് ഗിഫൺ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഈ വസ്തുവിന് ഗിഫൺ ഗുഡ്സ് എന്ന പേര് വരാനുള്ള കാരണം. ഇൻഫീരിയർ ഗുഡ്സിന് നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് വില കുറഞ്ഞ ഭക്ഷ്യധാന്യങ്ങൾ, മരച്ചീനി, അതായത് ടാപ്പിയോക്ക, ജോവർ, ബജറ തുടങ്ങിയ ധാന്യങ്ങളൊക്കെയാണ്. അതുപോലെ ലോ പ്രൈസ്ഡ് ഗുഡ്സ്, വില കുറഞ്ഞ വസ്തുക്കൾ, വില കുറഞ്ഞ വസ്ത്രങ്ങൾ, ബീഡി മുതലായവയൊക്കെ നമുക്ക് ഈ പറയുന്ന ഇൻഫീരിയർ ഗുഡ്സ് അല്ലെങ്കിൽ ഗിഫൺ ഗുഡ്സിനെ എക്സാമ്പിളായിട്ട് പറയാം. അതേസമയം സുപ്പീരിയർ ഗുഡ്സ് എന്ന് പറയുന്നത് റൈസ്, വീറ്റ്, അരി, ഗോതമ്പ്, അതുപോലെ തന്നെ അതായത് എക്സ്പെൻസീവ് ഗുഡ്സ്, അതുപോലെ വില കൂടിയ ഭക്ഷ്യവസ്തുക്കൾ, പിന്നെ സിഗരറ്റ് തുടങ്ങിയവയൊക്കെ നമുക്ക് സുപ്പീരിയർ ഗുഡ്സിന് എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ എന്താണ് നമ്മൾ ഈ ഇൻഫീരിയർ ഗുഡ്സിനെ കുറിച്ച് എടുത്തു പറയാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ, നമ്മൾ ലോ ഓഫ് ഡിമാൻഡിന് നേരെ വിപരീതമായിട്ടുള്ള ഒന്നാണ് ഇത് ഈ പറയുന്ന ഗിഫൺ ഗുഡ്സ്. ലോ ഓഫ് ഡിമാൻഡ് പറയുന്നത് ഒരു വസ്തുവിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ഇൻഫീരിയർ ഗുഡ്സിൽ നേരെ വിപരീതമായിട്ടാണ് പറയുന്നത്. പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ, ഇൻഫീരിയർ ഗുഡ്സിൻ്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിമാൻഡ് എന്താണ്, ഇൻക്രീസ് ചെയ്യല്ല ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇൻകം ഇഫക്റ്റ് അവിടെ പ്രവർത്തിക്കുന്നു. അതായത് ഇൻഫീരിയർ ഗുഡ്സിൻ്റെ കാര്യത്തിൽ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ പ്രൈസ് താഴ്ന്നു എന്ന് കരുത്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ റിയൽ ഇൻകത്തിൽ എന്താണ്, ഇൻക്രീസ് വരുന്നു. അതായത് കൺസ്യൂമറിൻ്റെ വരുമാനം വർദ്ധിക്കാതെ തന്നെ അവരുടെ യഥാർത്ഥ വരുമാനത്തിൽ എന്ത് വന്നു, വർധനവ് വന്നു. അപ്പോൾ ഇൻഫീരിയർ ഗുഡ്സിൻ്റെ പ്രൈസ് താഴുമ്പോൾ റിയൽ ഇൻകം ഓഫ് ദി കൺസ്യൂമർ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഒരു കൺസ്യൂമറിന്റെ യഥാർത്ഥ വരുമാനം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ കൺസ്യൂമർ എന്താണ്, ഇൻഫീരിയർ ഗുഡ്സിന് പകരം സുപ്പീരിയർ ഗുഡ്സ് വാങ്ങാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ ഇൻഫീരിയർ ഗുഡ്സിന്റെ പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിന്റെ ഡിമാൻഡും എന്താണ്, ഡിക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. രണ്ടും ഒരേ ഡയറക്ഷനാണ്. ലോ ഓഫ് ഡിമാൻഡിൽ എന്താണ്, നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് പ്രൈസും ഡിമാൻഡും തമ്മിൽ. അതേസമയം ഇൻഫീരിയർ ഗുഡ്സിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അതായത് രണ്ടും ഒരേ ഡയറക്ഷനാണ്, പോസിറ്റീവ് റിലേഷൻഷിപ്പാണ് അതിൽ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വസ്തുക്കളെയാണ് നമ്മളിവിടെ ഗിഫൺ ഗുഡ്സ് അല്ലെങ്കിൽ ഇൻഫീരിയർ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, താങ്ക് യു.